അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു നടപടിയും സുബ്രഹ്മണ്യൻ ചെയ്തിട്ടില്ല. സുബ്രഹ്മണ്യൻ ഒരു പൊതുപ്രവർത്തകനാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു ചിത്രം അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആഡ് ചെയ്തു എന്ന് മാത്രമാണ് അദ്ദേഹം ചെയ്ത കുറ്റം. അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്നാണ് എൻ്റെ ചോദ്യം. ഇതുപോലെ ആരെല്ലാം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എത്രയോ ആളുകൾ നമ്മുടെയെല്ലാം ചിത്രങ്ങൾ, അവാസ്തവമായ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. തന്നെയുമല്ല, ഒരു മാസം മുമ്പ് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഈ ഫോട്ടോ ഇട്ടതാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? BJPയും CPMും തമ്മിലുള്ള അന്തർധാര നിലനിൽക്കുന്നത് കൊണ്ടാണോ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ കേസെടുക്കാഞ്ഞത്? N. സുബ്രഹ്മണ്യൻ കോൺഗ്രസ് നേതാവായതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പം കേസെടുത്തത്? സുബ്രഹ്മണ്യത്തിൻ്റെ പേരിൽ കേസെടുക്കാമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ ഒരു മാസം മുമ്പ് കേസെടുക്കേണ്ടത് ആയിരുന്നില്ലേ? അപ്പോൾ ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചുകൂടാ, ആരും പോസ്റ്റിട്ടുകൂടാ. അദ്ദേഹത്തിനെതിരെ ആരും പോസ്റ്റിട്ട് എത്രയോ സർക്കാർ ജീവനക്കാരെ സർവീസിന് സസ്പെൻഡ് ചെയ്തു. എന്തെല്ലാം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ, സ്റ്റാലിനാണോ? എനിക്കറിയാൻ വയ്യ ചോദിക്കുക. റഷ്യയിൽ നമ്മൾ കണ്ട സ്റ്റാലിനാണോ? ആ സ്റ്റാലിൻ്റെ പ്രതിരൂപമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിമാറ്റാനാണ്, ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഈ അറസ്റ്റും മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. അറസ്റ്റ് ചെയ്യട്ടെ, ജയിലിലിട്ടോട്ടെ. സുബ്രഹ്മണ്യനെ മാത്രമല്ല, ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇതുപോലെ ജയിലിലിടേണ്ടി വരും. മുഖ്യമന്ത്രി അങ്ങനെ ഞങ്ങളെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ മണ്ണിൽ തന്നെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ്സുകാരൊക്കെ പേടിച്ചു പോകും, കോൺഗ്രസ്സുകാരൊക്കെ ഭയപ്പെട്ടു പോകും. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇന്ന് നമുക്കൊക്കെ എതിരെ എത്രയോ തെറ്റായ പോസ്റ്റുകൾ വരുന്നുണ്ട്, ചിത്രങ്ങൾ മോർഫ് ചെയ്യാറുണ്ട്, നമ്മളാരും പരാതി കൊടുക്കാറുണ്ട്. ഇതൊക്കെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ ബോധപൂർവമായ ഒരു അജണ്ടയുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇനി ആരും സംസാരിക്കരുത്, പോസ്റ്റ് ഇടരുത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന ഒരു ഫംഗ്ഷന് നിൽക്കുന്ന ഫോട്ടോ അവർ തന്നെ പുറത്തുവിട്ടില്ലേ? ഇദ്ദേഹം ആരാണ് ഇത്രയും വലിയൊരു മുഖ്യമന്ത്രി പോകേണ്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ട വ്യക്തി ആണോ ഉണ്ണികൃഷ്ണൻ പോറ്റി? അദ്ദേഹവുമായിട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ളത് കൊണ്ടല്ലേ ആ പരിപാടിക്ക് പോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആംബുലൻസിൻ്റെ താക്കോൽ കൊടുക്കുന്നതല്ലേ നമ്മൾ കണ്ടത്? സോണിയാഗാന്ധിയെ കണ്ടത് മാത്രമേ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുള്ളൂ. ഇത് ഓർമ്മയില്ലേ? കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഇത് രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കലാണ് സുബ്രഹ്മണ്യനെതിരെയുള്ള ഈ കേസും പോലീസ് നടപടിയും. അത്തരം പോലീസ് നടപടികൾ എടുത്തത് കൊണ്ടൊന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ, UDF പ്രവർത്തകരുടെ വാമൂടിക്കെട്ടാൻ സാധ്യമല്ല. ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കും. ജനങ്ങൾ പാഠം പഠിപ്പിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. രാജീവ് ചന്ദ്രശേഖർ ഒരു മാസം മുമ്പ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു ചിത്രം അദ്ദേഹം അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രാജീവ് ചന്ദ്രശേഖരുടെ പേര് കേസെടുക്കാത്ത എന്താ? അത് BJPയും CPMും തമ്മിലുള്ള കൂട്ടുകെട്ടും അന്തർധാരയും വ്യക്തമായതുകൊണ്ടാണ് അതൊക്കെ ആ കേസ് അവിടെ കേസെടുക്കാഞ്ഞത്. എടുത്തോട്ടെ, കേസ് ജയിലിലിട്ടോട്ടെ, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. രാഷ്ട്രീയമായി തന്നെ നേരിടും, നിയമപരമായി നേരിടും. ഒരു സംശയവും ഈ കാര്യത്തിൽ വേണ്ട. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിൻ്റെയോ UDF പ്രവർത്തകരെയോ നിശബ്ദരാക്കി കളയാം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും മുഖ്യമന്ത്രിക്ക് വേണ്ട. അതൊക്കെ പഴയ കാലം, അതൊക്കെ അന്ധകാലം. ഇപ്പം നടക്കില്ലതൊന്നും ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു.
മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരം ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിന് അങ്ങ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് നിയമപരമായ നടപടികൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, ഞങ്ങളാരും ന്യായീകരിക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ അപമാനിക്കുകയും ഞങ്ങൾക്കെതിരെ വാർത്തകൾ കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? ഞങ്ങളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്ന ആരാണ്? ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്ന ആരാണ്? CPM-ന്റെ സൈബർ സഖാക്കളല്ലേ? CPM-ന്റെ സൈബർ സഖാക്കളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ തെറ്റായ നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എന്താ മുഖ്യമന്ത്രി പറയാത്തത്? നടപടിയെടുക്കാത്തത്? പരാതി കൊടുത്താൽ നടപടി എടുക്കുമോ? കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെ ഒരു പോലീസ് ആക്ഷനും ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ, പോസ്റ്റിട്ടാൽ, ചിത്രമിട്ടാൽ മാത്രമാണോ ഇവിടെ നിയമം അല്ലാതെ നിയമലംഘനം? സുബ്രഹ്മണ്യൻ്റെ കലാപ അല്ലേ ആഹ്വാനം നടത്തി 153A ഒക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ചിത്രം ഷെയർ ചെയ്തതിൻ്റെ പേരിൽ 153A ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കടന്ന കൈയാണ്. കലാപാഹ്വാനം കൊടുത്തുകൊണ്ടാണ്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങളതിനെ നേരിടും. ഇത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു സൈബർ കുറ്റകൃത്യമാണ്. അതിനെ അങ്ങ് സാമാന്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങ് തന്നെ നേരത്തെ പറയുന്നത് ഇത്തരം ആളുകൾ ഈ സൈബർ ഇടങ്ങളിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്, തങ്ങൾക്കെതിരെയും മോർഫ് ചെയ്ത ചിത്രങ്ങളുണ്ട്, തങ്ങളൊക്കെ പരാതി കൊടുക്കുകയാണോ? ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു ശരിയായ രീതി അങ്ങനെയല്ല. ഞങ്ങളുടെയൊക്കെ പേരിൽ അതൊന്നും നടപടി എടുത്തിട്ടില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. BJPയും CPM-ഉം തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ട് കൊണ്ടാണോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി BJPയും CPM-ഉമായിട്ട് അന്തർധാരയാണ്. ഗവർണർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാ പ്രശ്നവും തീർന്നല്ലോ. കാരണം എന്താ? അമിത്ഷാ പറഞ്ഞ ശേഷം അവർ തമ്മിൽ ധാരണയായി. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സമരങ്ങളും അവസാനിച്ചല്ലോ. കാരണം എന്താണ്? അമിത്ഷാ നിർദ്ദേശിച്ചു, ഗവർണർ അനുസരിച്ചു, മുഖ്യമന്ത്രി കീഴടങ്ങി. ഇതല്ലേ നമ്മൾ കണ്ടത്. മണി MS മണിയൊക്കെ ഒരേ മണിയാണ്, ഡയമണ്ട് മണിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത്? ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാനമുള്ള ഒരു കാര്യമാണ്. ഇത് ഗോവർദ്ധൻ്റെ ജൂവലറിയിലെ 320 ഗ്രാം അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട്, വലിയ മാഫിയകളുണ്ട്. അതിൻ്റെ ഒരു കണ്ണിയാണ് നമ്മളീ പറഞ്ഞ ഡി മണി. ഇപ്പം ഡി മണി പറയുന്നത് ഞാൻ ഡി മണിയല്ലെന്ന്. ഇപ്പം എല്ലാവരും പറയുന്നത് ഇതാണ് ഡി മണിയെന്ന്. അപ്പം ഒരിക്കലും ഒരു കുറ്റവാളി താൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കാറില്ല. ഒരു കുറ്റവാളിയും താൻ ചെയ്ത കുറ്റങ്ങൾ ആരുടെ മുമ്പിലും ഏറ്റുപറയാറില്ല. ആ നിയമത്തിൻ്റെ മുമ്പിൽ മാത്രമേ തെളിയിക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് ഡി മണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും SIT അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരന്വേഷിക്കണം. യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഈ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് കേന്ദ്രങ്ങളെ, അതിൻ്റെ തട്ടിപ്പുകാരെ രംഗത്ത് കൊണ്ടുവരണം. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും, ഒരു സംശയവും വേണ്ട. ഞാനായിട്ട് അതൊന്നും പറയുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. ഇതിൻ്റെ വലിയ തോതിലുള്ള തട്ടിപ്പ് വീരന്മാർ പുറത്തു വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CBIയുടെ ഒരു അന്വേഷണം വേണം. അത് കോടതി നിയന്ത്രണത്തിലാകണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വന്നാൽ കൂടുതൽ കാര്യങ്ങൾ, മറ്റ് രാജ്യങ്ങളുമായി ബന്ധമുള്ള കാര്യങ്ങൾ ഒക്കെ പുറത്തു വരും. ഒരു കാര്യം കൂടി, ഈ മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് ചിത്രമെടുത്തു എന്ന് പറയുന്ന പരിപാടി അതൊരു പൊതുപരിപാടിയാണ്. ഭീമ ജ്വല്ലറി ശബരിമലയിലേക്ക് ഒരു ആംബുലൻസ് നൽകുകയും അതിന്റെ താക്കോൽ ദാനമാണ് നടന്നിട്ടുള്ളത്. അതിനകത്ത് ഈ താക്കോൽ ഏറ്റുവാങ്ങുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ആരാ താക്കോൽ കൊടുത്തേ? താക്കോൽ കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? താക്കോൽ കൊടുക്ക ഭീമ ജ്വല്ലറിയുടെ ആണ്. എന്താണ് ഈ ആംബുലൻസ്? പോലീസിന് കൊടുത്ത ആംബുലൻസാണ്. അതിൻ്റെ താക്കോൽ കൊടുക്കേണ്ടത് ആരാണ്? ഭീമ ജ്വല്ലറിയുടെ ഉടമകളല്ലേ. അത് വാങ്ങേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയല്ലേ ഇവിടെ വാങ്ങിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളത് സത്യമല്ലേ? ആ ചിത്രമല്ലേ? അപ്പം ഞാൻ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം നമ്മളൊക്കെ മന്ത്രിമാരായിരിക്കും, ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ആംബുലൻസിന് താക്കോൽ തരും.
അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടി പോകും. അവിടെ പോയെന്നിരിക്കും. അത് കുറ്റവാളിയാണോ അല്ലയോ നോക്കിയിട്ടാണോ പോകുന്നത്? ഒന്നുമല്ല. ഇവിടെ സംഭവിച്ചത് എന്താ? സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ സോണിയാഗാന്ധിയായിട്ട് എങ്ങനെയാ ബന്ധം എന്ന് മുഖ്യമന്ത്രി ശിവൻകുട്ടി പറഞ്ഞതിനെ അത് ഏറ്റു പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇതിലൊരു വിഷയം, ഒരു മിനിറ്റ്, മുഖ്യമന്ത്രിയെ പോലെ ഒരാളത് പറയാൻ പാടില്ലായിരുന്നു. ഇപ്പം നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, ആരെല്ലാം വന്ന് ഫോട്ടോ എടുക്കും. അവരുടെയൊക്കെ പിൻകാല ചരിത്രങ്ങൾ നോക്കിയിട്ടാണോ ഫോട്ടോ എടുക്കുന്നത്? ഇപ്പം ട്രെയിനിൽ പോകുമ്പം, യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിൽ ആളുകൾ വരും, ഒരു സെൽഫി എടുക്കും. ഇത് ആരാന്ന് ആർക്കറിയാം? പിന്നീട് ആ വ്യക്തി ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? സോണിയാഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രിയെ പോലെ ഒരാളെങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതൊരിക്കലും ശരിയായ നടപടിയല്ല. പക്ഷേ ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഈ പ്രതിപട്ടികയിലുള്ള ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിലധികം തവണ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി കാണുകയാണ്. അതിനെയും മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടിയും ഒരേപോലെ സമീകരിച്ച് കാണാൻ. അല്ല, ആരെങ്കിലുമൊക്കെ പോയി, ഞാൻ പറഞ്ഞല്ലോ, പൊതുരംഗത്ത് നിൽക്കുന്ന നമ്മളെയൊക്കെ അടുക്കൽ ധാരാളം ആളുകൾ വന്ന് ഫോട്ടോ എടുക്കും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കും, അല്ലാത്തപ്പോൾ വന്ന് എടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല.